ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, കർത്താവിൻ്റെ വചനം കേട്ട് അവിടുത്തെ മടിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നമ്മൾ പോവാണ്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം, നമുക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എല്ലാം പൊതുവായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ നമുക്ക് വരും അല്ലേ? പ്രലോഭനങ്ങൾ വരും, നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചില പ്രലോഭനങ്ങളിലൊക്കെ വീണു പോവുകയും ചെയ്യും. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ വീഴാൻ ഇടയാക്കരുതേ എന്നൊക്കെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുമ്പോഴും ചില പ്രലോഭനങ്ങളൊക്കെ വന്ന് നമ്മൾ തോണ്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് വീണ് പോകാറുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട് അല്ലേ, വിശുദ്ധിയിലൊക്കെ ജീവിക്കണം, ഒട്ടും തെറ്റിലേക്കൊന്നും പോവല്ല്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്, വിശുദ്ധി ജീവിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 8-ാം വാക്യം, ദാനിയേലൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു, ഒരു കാരണവശാലും ഞങ്ങൾ മലിനരാവില്ല, ഞങ്ങൾ കളങ്കിതരാവില്ല എന്നൊക്കെ ദാനിയേലും കൂട്ടുകാരൊക്കെ തീരുമാനിക്കുന്നുണ്ട്. നമുക്കും അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഒരിക്കലും ഒരു പ്രലോഭനത്തിലേക്ക് വീണ് പോകല്ല്, തെറ്റിലേക്ക് പോകരുത്. പ്രത്യേകിച്ച് കുമ്പസാരത്തിലൊക്കെ ഏറ്റു പറഞ്ഞ പാപത്തിലേക്ക് പിന്നെയും വീണു പോകാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ എന്തോരം സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കുമ്പസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മിക്കവാറും കഴിഞ്ഞ കുമ്പസാരത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ പ്രാവശ്യവും പറയുന്നത്. മറന്നുപോയിട്ടല്ല, നമ്മളതൊക്കെ പിന്നെയും പിന്നെ ആവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ അടുത്ത കുമ്പസാരത്തിനെങ്കിലും ഇതൊന്നും ഇല്ലാതെ നല്ല വിശുദ്ധിയോടെ കൂടി കഴിഞ്ഞ തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലീഹ നമ്മുടെ മനസ്സൊക്കെ നേരത്തെ കണ്ടറിഞ്ഞിട്ടാന്ന് തോന്നുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ നമ്മുടെ അവസ്ഥ പറയുന്നുണ്ട്. അതായത്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നന്മ ചെയ്യണമെന്ന്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഈ തിന്മ ഒഴിവാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അതേ തെറ്റ് തന്നെ തിന്മ തന്നെ ഞാൻ ചെയ്തു പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, എനിക്കും നിങ്ങൾക്കും വന്നു പോകാൻ സാധ്യതയുള്ള ഒരു വീഴ്ചയാണത്. പാപങ്ങളിലേക്ക് നമുക്ക് വീണു പോകാം. നമ്മൾ എത്ര കുമ്പസാരിച്ചു, നമ്മൾ എത്ര ധ്യാനങ്ങൾ കൂടി, നമ്മൾ എത്ര തീരുമാനങ്ങൾ എടുത്തു, എന്നിട്ട് എന്താ തിരിച്ചു കയറി വരാൻ പറ്റാത്ത ഒരു കുഞ്ഞ് സ്പിരിച്വൽ ടെക്നിക്ക്, ഈശോ തന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത ഒരു ടെക്നിക്ക് ഇന്ന് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്, വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. നോക്ക്, ഇത് ഒരു കുഞ്ഞു പാപം ചെയ്തു പോകുന്ന ഒരാൾക്കും ഒരു മുട്ടം പാപത്തിന്റെ അടിമയായി പോകുന്ന ഒരാൾക്കും, രണ്ടു കൂട്ടർക്കും പെട്ടെന്ന് രക്ഷകെട്ട് കയറി പോരാനുള്ള ഒരു വഴിയാണ്. മറ്റൊന്നുമല്ല, ഈശോ പറഞ്ഞു തന്ന വഴി. ആ വഴിയുടെ പേര് സ്നേഹം എന്നാണ്. അതെന്നാ വഴിയാന്ന് ചിന്തിക്കല്, നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കാൻ പോവാണ്. ബ്യൂട്ടിഫുൾ ആയൊരു എപ്പിസോഡ്, പ്രത്യേകിച്ച് നമ്മുടെ ലൂക്കാ സുവിശേഷകൻ എഴുതിയ ഏറ്റവും സുന്ദരമായ എപ്പിസോഡുകളിലൊന്ന്, ഈശോയുടെ സ്നേഹം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം എടുക്കാം. ലൂക്കായുടെ സുവിശേഷത്തില് 7-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ സമയമെടുത്ത് വായിക്കണം. മുഴുവനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ടൈറ്റിൽ ഇങ്ങനെയാണ്, പാപിനിക്ക് മോചനം. നാട്ടിൽ ഇച്ചിരി മോശമായ രീതിയിൽ പാപങ്ങളൊക്കെ ചെയ്ത് നടന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഈശോയാണെങ്കിൽ ഇതിലൂടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഷിമയോന്റെ വീട്ടിൽ, ഷിമയോ എന്ന ഒരു പൈസക്കാരന്റെ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണത്തിന് ഇരിക്കുന്നു. അദ്ദേഹം ഭക്ഷണമൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈശോ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. പക്ഷെ ആ സമയത്ത് ഒരു ചേച്ചി വരികയാണ്. ചേച്ചി വന്നിട്ട് വന്ന പാടെ മുഴുവൻ ഈശോയുടെ കാൽച്ചോട്ടി പോയിരിക്കുകയാണ്. കരയുന്നു, കാലെ പിടിക്കുന്നു, നാർദീൻ തൈലമൊക്കെ പൂശുന്നു, പിന്നെന്താ, കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ കാല് കഴുകുന്നു, മുടി കൊണ്ട് കാല് തുടച്ചെടുക്കുന്നു. എന്ന് വെച്ചാൽ ഈശോയെ ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കുകയാണ്. നമ്മളൊക്കെ വീട്ടിലിങ്ങനെ നമ്മുടെ ഒരു കുഞ്ഞു പപ്പി, ഒരു പൂച്ചക്കുഞ്ഞ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പൂച്ചക്കുഞ്ഞ് നമ്മുടെ ഈ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ഓടി 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 നടക്കില്ലേ, മുട്ടി ഒരുമി നടക്കില്ലേ, അതുപോലെ ഈ ഈ ചേച്ചി ഇങ്ങനെ ഈശോയുടെ കാൽച്ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടു നിന്നവരൊക്കെ ഇങ്ങനെ പല കുറ്റമൊക്കെ പറയുന്നുണ്ട്. ഷിമിയോൻ എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ മുഖത്തിടുന്നുണ്ട്. കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരൊക്കെ മറ്റ് വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തിനാ ഇത്രയും പൈസ ചെലവാക്കുന്ന, ഇവൾ എന്നെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈശോ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അറിയോ? ഹെർ ലവ്, അവളുടെ സ്നേഹം. ആ സ്നേഹത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഈ വചനഭാഗം മാത്രം നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിട്ടെ. 7-ാമത്തെ അധ്യായത്തിൽ 47-ഉം 48-ഉം വാക്യങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങിയ ആ സബ്ജക്റ്റ് ഓർക്കുന്നുണ്ടോ? 5 മിനിറ്റോട് നിങ്ങൾ കാര്യങ്ങൾ മറന്നുപോലെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് ആഗ്രഹമുണ്ടല്ലേ, ഈ പാപങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. ഈശോ അപ്രീഷിയേറ്റ് ചെയ്ത് ഈശോ പറഞ്ഞു തരുന്ന ഒരു വഴിയാണ് ദേ ഇവളുടെ പാപങ്ങൾ. അതെന്തൊക്കെയാന്ന് പോലും ഈശോ പറയുന്നില്ല. എത്ര തെറ്റുകൾ ചെയ്തു എന്ന് പറയുന്നില്ല, എത്ര കുഴികളിൽ പെട്ടുപോയെന്ന് പറയുന്നില്ല. ഈശോ പറയാണ്, ഇതാ ഇവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. റീസൺ എന്താ? ഇവൾ 20 ധ്യാനം കൂടി, 30 തീരുമാനങ്ങൾ എടുത്തു ആണോ? അല്ല, ഒറ്റ തീരുമാനം അവൾ എടുക്കുകയാണ്. അവളുടെ തീരുമാനത്തിന്റെ പേരാണ് അവളുടെ സ്നേഹം. അവൾ ഈശോയുടെ കാൽച്ചോട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചു. അവൾ അധികമായി സ്നേഹിച്ചു. ആൻഡ് ഈശോ പറയാണ്, അധികം സ്നേഹിക്കുന്നവരോട് അധികം ക്ഷമിക്കപ്പെടും.
പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു 100 മേനി ഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും, ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായ കുറവുകളുണ്ട്, വീക്ക്നെസ്സുകളുണ്ട്, ടെംപ്റ്റേഷൻസ് ഉണ്ട്, നമ്മൾ വീണ് പോകുന്നുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക. ആരെ? ഈശോയെ സ്നേഹിക്കുക. ഈശോയെ സ്നേഹിച്ച് 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 നോക്ക്, 2 ലഹരികൾ ഒരുമിച്ച് നമ്മുടെ തലയ്ക്കകത്ത് വർക്കൗട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഈശോയോടുള്ള സ്നേഹമാകുന്ന ലഹരി വളരുക. ബാക്കി എല്ലാ പാപത്തിൻ്റെ ലഹരികളും പതുക്കെ പതുക്കെ അതിൻ്റെ കൂർത്ത മുന ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞു പൊക്കോളും. നമുക്ക് ഈശോയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതോറും പാപത്തോടുള്ള ആ ചൈവ്, ആ പാപത്തോടുള്ള ആ കൊതി നമ്മളിന്ന് മാറും. നമുക്ക് അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കിയാലോ? ഇപ്പോൾ ചിലപ്പോൾ ഏത് ടെംപ്റ്റേഷൻ ആണോ ഏറ്റവും വലിയ പ്രലോഭനം, നിങ്ങൾ ഏറ്റവും ഒരു അടിമത്തത്തിലായി പോയി തോന്നു പോകുന്ന ഒരു പാപം ഉണ്ടാവും. ചിലർക്ക് ദേഷ്യമായിരിക്കാം, ചിലർക്ക് അതികഠിനമായ ചില പാപങ്ങളൊക്കെ ആയിരിക്കാം. ഏതാണേലും അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ വരുമ്പോഴത്തേന് ഇങ്ങനെ പ്രാർത്ഥിച്ച്, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മനസ്സിൽ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറ. ആ ടെംപ്റ്റേഷൻ വരുമ്പോൾ മാത്രമല്ല, പ്രലോഭനം വരുമ്പോൾ മാത്രമല്ല, ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ച് 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 ചെല്ലിക്കേ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ലോർഡ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ മരണസമയത്ത് പറഞ്ഞ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് പറഞ്ഞത്, ഐ ലവ് യു ലോർഡ്. ഈ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഓരോ പാപവും മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്, ഈ ആത്മാവിൻ്റെ മരണത്തിലേക്ക്. അങ്ങനെ മരണസമയത്ത്, ഈ പ്രലോഭനത്തിൻ്റെ സമയത്ത് നമുക്ക് പറയാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് ഐ ലവ് യു ലോർഡ്. കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ സ്നേഹം ഈശോയോട് വളരട്ടെ. പതുക്കെ പതുക്കെ ഈ പ്രലോഭനം, അത് എന്ത് വലിയ മുട്ടക്കാട്ടം പാപമാണേലും അതിനകത്ത് രക്ഷപ്പെട്ട് കയറി പോരാൻ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് സാധിക്കും. അതിന് ഈശോ സഹായിക്കട്ടെ. ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങുക. ഇന്ന് രാത്രിയിലും എന്തെങ്കിലുമൊക്കെ ഒരു ടെംപ്റ്റേഷൻ, ഒരു പ്രലോഭനം, ഒരു ദേഷ്യമോ സങ്കടമോ ഒരു കരിശോ എന്തൊക്കെ വന്നാലും ഈശോയോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക, ഐ ലവ് യു ലോർഡ്. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കും. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചും കിടന്നുറങ്ങിക്കോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ ഈശോ കൂടുതൽ സ്നേഹിക്കാൻ, കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.